ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചെന്നൈ ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജിമ്മൂസിൻ്റെ കുറേ വിശേഷങ്ങളാണ്. അപ്പോൾ കുറേ ഒരു വല്ലാത്ത ജോലി തന്നെയാണ് ശരിക്കും. ജിമ്മുവിൻ്റെ കഥ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. അവൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ഈ വീട് പണി നടക്കുന്ന സമയത്താണ് ജിമ്മൂസ് വരുന്നവിടെ. അതൊരു 28 ദിവസം ഉള്ള സമയത്ത് കയ്യിലിങ്ങനെ എന്താ പറയുക, ഒരു എലിക്കുട്ടിമാരി വന്നൊരു സാധനമാണത്. നല്ല കറുത്തൊരു സാധനം. ഇപ്പോഴും ഭയങ്കര അതെനിക്ക് സത്യം പറഞ്ഞാൽ പഴയ കുറേ ഫോട്ടോസുകളൊക്കെ ഇടണമെന്നൊക്കെ ഉണ്ട്. അത് ഇതുവരെ എവിടെയാണെന്നുള്ള തപ്പി പിടിക്കണം. കുറേ കമ്പ്യൂട്ടറിലൊക്കെയാണ് ഉള്ളത്. അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ ജിമ്മൂസിൻ്റെ പഴയ കുറേ ഫോട്ടോസുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതൊരു ഓർമ്മയാണ് ശരിക്കും. കാരണം ഞങ്ങളിവിടെ ചെന്നൈയിൽ വന്ന് 2012 ഞങ്ങളിവിടെ ചെന്നൈയിൽ വന്നത്. 2014 ജിമ്മൂസ് നമ്മളെ കൂടെ വരുന്നത്. ഇപ്പം 11 വർഷമായി അവൻ ഇവിടെ വന്നിട്ട് നമ്മളെ കൂടെ. ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ അവന് ഏജായി. ജർമ്മൻ ഷെപ്പേർഡ് എന്നൊക്കെ പറഞ്ഞാൽ 15 വർഷം ആണ് അവരുടെ ആയുസ് എന്ന് പറയണത്. അതിൻ്റെ ഇടയിൽ എന്തും സംഭവിക്കാം. വയ്യാണ്ടൊക്കെ കുറേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവനെ ശ്രദ്ധിക്കാതിരുന്ന് കഴിഞ്ഞാൽ, നമ്മൾ ഏത് ഡോഗായാലും ശരി, വീട്ടിൽ പെറ്റിനെ വളർത്തുകയാണെങ്കിൽ നമ്മൾ ശരിക്കും അതിനെ അത്രയ്ക്കും കെയർ ചെയ്യണം. അത്രയും കെയർ ചെയ്തില്ല എങ്കിൽ പിന്നെ അതിൻ്റെ കൂടെ കുറേ നേരം സംസാരിക്കുക. നമുക്ക് ചിലപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പറയാറുണ്ട്, നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ എന്നൊക്കെ. അത് പെറ്റിനെ അത്ര ഇഷ്ടമല്ലാത്ത ആളുകൾക്കാണ് അതുപോലെയൊക്കെ സംസാരിക്കുന്നത്. കാരണം ഞാൻ പോയി അതിനോട് കുറേ നേരം സംസാരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഒറ്റപ്പെട്ട ഫീല് വരരുതല്ലോ. അവരും പറയാൻ ഉള്ളൊരു മിണ്ടാപ്രാണികളെന്നേ ഉള്ളൂ. അതിനും മനസ്സുണ്ട്. നമ്മളമാരി അതിനും ചിന്തിക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. നമ്മളെക്കാൾ കൂടുതൽ സ്നേഹവും പിന്നെ എന്താ പറയുക, നന്ദി എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ അത് മൃഗങ്ങളിലാണ് ഉള്ളത്. നമ്മൾ ആരെങ്കിലും സ്നേഹിച്ച് കഴിഞ്ഞാൽ, അത് നമ്മൾ മനുഷ്യരെ സ്നേഹിച്ച് കഴിഞ്ഞാൽ അവർ നാളെ തല കുത്തി മറിച്ച് നമ്മളെ എവിടെയൊക്കെ ചവിട്ടി കൂട്ടാവോ അതൊക്കെ ചെയ്യത്തുള്ളൂ. പക്ഷെ മൃഗങ്ങൾ അങ്ങനെയല്ല. സ്നേഹിച്ച് കഴിഞ്ഞാൽ പൊന്നുപോലെ നമുക്ക് വേണ്ടി എന്തും ചെയ്യും. അപ്പോൾ നൈറ്റ് ടൈമിലൊക്കെ ജിമ്മൂസിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ അങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് പോവുക, സ്റ്റെപ്പിലിറങ്ങുക, അവിടെ ഇറങ്ങുക, ഇവിടെ ഇറങ്ങുക, അങ്ങോട്ട് നോക്കുക, ഇങ്ങോട്ട് നോക്കുക, ഇതൊക്കെയാണ് അവൻ്റെ പരിപാടി. അതുകൊണ്ട് രാത്രി ഉറങ്ങലില്ല. ഹസ്ബൻഡും മോളും പോയതിന് ശേഷം നല്ല കിടന്നുറങ്ങും. മാളുവാണ് അവൻ്റെ ഏറ്റവും കളിക്കൂട്ടുകാരി. അവൾ വരുന്നവരെ അവൻ സുഖമായിട്ട് കിടന്നുറങ്ങും. അവൾ വന്നു കഴിഞ്ഞാൽ അപ്പം മുകളിലേക്ക് പോകണം. അല്ല അവൾ ഇവിടെ തന്നെ താഴെ നിന്ന് എന്നോട് സംസാരിക്കുകയാണെങ്കിൽ അവനത് ഇഷ്ടപ്പെടത്തില്ല. അവൻ അന്നേരം കയറി വിളിക്കാൻ തുടങ്ങും, എത്രയും പെട്ടെന്ന് മേലെ ഹാജരാവുക എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് അവൻ്റെ ഒരു സ്പേസ്, അവൻ്റെ ഒരു ലോകം എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ റൂഫാണ്. അവന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തത്. കാരണം മഴ സമയത്ത് അവന് ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മുകളിൽ ഷീറ്റിടുകയൊക്കെ ചെയ്തത്. അത്രയും കെയർ അവൻ്റെ കാര്യത്തിൽ നമ്മൾ എടുക്കാറുണ്ട്. ഇതിൻ്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും. അതുകൊണ്ട് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ജിമ്മൂസിനെ കുളിപ്പിക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. ഞാനും ഫുള്ള് നനയും അവനെ കുളിപ്പിച്ച് കഴിയുമ്പോൾ. തണുത്ത വെള്ളം ആകുമ്പോഴത്തേക്ക് അവന് ഒരു വിമ്മിഷ്ടമാണ്. മുഖത്ത് വെള്ളാക്കുന്നതിനാണ് ഇങ്ങനെ മാറി നിൽക്കുന്നത്. ഞാൻ ആദ്യം ഒന്ന് വെള്ളം എടുത്ത് അവൻ്റെ ദേഹത്തൊക്കെ ഒന്ന് ആക്കിയതിന് ശേഷം എനിക്ക് അവൻ്റെ സോപ്പ് ഇടാൻ പറ്റത്തുള്ളൂ. ഞാൻ അന്നേരം കുറച്ച് നേരം പെട്ടെന്നുള്ള ഇതിലങ്ങ് ചെയ്തപ്പോഴാണ് ഞാൻ ഓർത്തത് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെന്നുള്ളത്. കാരണം ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ അവനൊന്നും ചെയ്യത്തില്ല. പക്ഷേ എന്നാലും നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അവൻ്റെ മൂക്കുകയർ കെട്ടാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി എന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ പെട്ടെന്ന് പോയി അവൻ്റെ മൂക്ക്, അത് കാണുമ്പോൾ തന്നെ പേടിയാണ് കേട്ടോ. അത് കാണുമ്പോൾ എൻ്റെ ജിമ്മൂസ് ഓടി ഒളിക്കും. ഇപ്പോൾ കെട്ടിവെച്ചുകൊണ്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇവൻ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് കെട്ടുന്നതെന്ന് വെച്ചാൽ അവൻ കടിക്കുന്നതെന്നല്ല, ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അവൻ്റെ ദേഹത്ത് എവിടെയെങ്കിലും ഒരു മുറിവുണ്ടെങ്കിൽ അവൻ ആ സ്പോട്ടിൽ കടിക്കുന്നതായിരിക്കും. കാരണം അവരുടേതായ അവർക്ക് അങ്ങനെയൊക്കെയല്ലേ കാണിക്കാൻ പറ്റത്തുള്ളൂ. പണ്ട് ഇതുപോലെ പുതിയ ബ്രഷ് മേടിച്ചുകൊണ്ട് വന്ന സമയത്ത്, പിന്നെ അവനെ ബ്രഷ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് അവൻ്റെ ദേഹത്തൊരു മുറിവുണ്ടായിരുന്നു. അത് അവനറിയാൻ മുറിവുണ്ടെന്ന്, പക്ഷേ ഞാൻ ഇവൻ്റെ രോമം കാരണം എനിക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ അന്നേരം ഇവൻ സൗണ്ട് ഉണ്ടാക്കി. എന്നിട്ടും ഞാനത് ചെയ്യാൻ പോയപ്പോൾ ഇവൻ എൻ്റെ മേലെ ചാടി
ചാടിയപ്പോൾ അവൻ മുഖത്ത് വന്ന് പല്ലാറ്റം തട്ടിയാലോ എന്നുള്ള ഒരു ഇതിൽ ഞാൻ കൈവച്ച് തടഞ്ഞപ്പോഴാണ് കയ്യിൽ കയറി. ആ ഒരു പെട്ടെന്നുള്ള ദേഷ്യത്തിന് കൈ കയറി ഒരൊറ്റ അമർത്തി. അങ്ങനെ എൻ്റെ കൈക്ക് നല്ലൊരു മുറിവുണ്ടായിരുന്നു. പക്ഷെ അതെൻ്റെ മിസ്റ്റേക്കാണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല, അതിനിങ്ങനെയൊക്കെയല്ലേ പ്രകടിക്കാൻ പറ്റും. അതിന് ശേഷം ഞാൻ അവനെ കുളിപ്പിക്കുമ്പോൾ അവനിപ്പോൾ ഒന്നും ചെയ്യൊന്നുമില്ല കേട്ടോ. അവനിങ്ങനെ മിണ്ടാതിരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അവന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ എന്ന് പറഞ്ഞൊരു സൗണ്ട് ഉണ്ടാക്കും. അതുകൊണ്ട് എനിക്ക് അവനൊന്നും ചെയ്യില്ല എന്നല്ല ഉറപ്പാണ്. പക്ഷേ എന്നാലും ഒരു റിസ്ക് എടുക്കണ്ട എന്നുള്ളൊരിതുകൊണ്ട് അവനെ മൂടി വെക്കും. ശരി, നീ എന്നെ ഇനി കടിക്കാൻ നിനക്ക് തോന്നണ്ട എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ പാവം അത് നിന്ന് തരും കേട്ടോ. സോപ്പകത്തേക്ക് മടങ്ങി ഒതുങ്ങി ഒരു കുഴപ്പമില്ലാതെ നിന്ന് തരും. ശരിക്കും പറഞ്ഞാൽ പെറ്റിനെ വളർത്തുക എന്ന് മാത്രമല്ല, അതിനെ നമ്മൾ കുളിക്കുന്ന മാതിരി തന്നെ കുളിപ്പിച്ച് ബ്രഷ് ചെയ്ത് പൗഡർ ഇട്ട് ഞാൻ ഇടയ്ക്ക് പൊട്ടൊക്കെ കുത്തി കൊടുക്കും കേട്ടോ. ചന്ദനക്കുറിയൊക്കെ തൊട്ട് കൊടുക്കും. അപ്പോൾ എനിക്ക് അവനെ അങ്ങനെ നല്ല ഭംഗിയായിട്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്തെങ്കിലും ഒരു ഹെയർ ഒന്ന് കട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അത് പോയി റിസ്ക് എടുത്താണെങ്കിലും മുഖമൊക്കെ കെട്ടി ഞാനത് കട്ട് ചെയ്യും. അവൻ്റെ ദേഹത്ത് എന്തെങ്കിലുമൊക്കെയുള്ള കത്രികയൊക്കെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവന് നല്ല ദേഷ്യം വരും കേട്ടോ. അത് വേറെ കാര്യം. ആളിച്ചിരി ദേഷ്യക്കാരനാണ്. അതിൻ്റെ നല്ലൊരു സ്ട്രോങ് ആണ്, അതുകൊണ്ടാണ് ദേഷ്യം വരുന്നതും. അങ്ങനെ അത്ര പാവമൊന്നുമല്ല. അവൻ്റെ അടുത്ത് കളിച്ച് കഴിഞ്ഞാൽ അവനെ അങ്ങോട്ട് ഉപദ്രവിച്ച് അവൻ നല്ല വെച്ച് തരും, അത്ര. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവനാരും, അതാണ് സത്യം. അപ്പോൾ അവൻ്റെ മുഖത്ത് വെള്ളമാവുന്നതിന് അവന് ഭയങ്കര സങ്കടമാണ്. മുഖത്ത് വെള്ളമാക്കണം, കാരണം കണ്ണിലൊക്കെ വെള്ളമായാൽ ഇപ്പോഴത്തെ ചെന്നൈയിലെ ചൂടിന് എൻ്റെ കണ്ണിലൊക്കെ ഒരു കുളിർമ നൽകണമെങ്കിൽ നമ്മൾ കണ്ണിലൊക്കെ വെള്ളമൊക്കെ കഴുകണം. ശരിക്കും പറഞ്ഞാൽ ഈ ചൂടിലൊക്കെ എങ്ങനെയാണെന്ന് തോന്നിക്കിടക്ക് തോന്നാറുണ്ട്. അയ്യോ, കഷ്ടം തോന്നാറുണ്ട്. പക്ഷേ റൂഫിൽ കാറ്റൊക്കെ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. അവർക്ക് ദൈവം ഒരു ഇത് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. ഇപ്പം ഞാൻ ചില സമയത്ത് സമ്മറൊക്കെ ആകുമ്പോൾ അവൻ്റെ ഹെയറൊക്കെ നല്ല ഫുള്ളായിട്ടും കട്ട് ചെയ്ത് വിടും. ഇപ്പോൾ കുറേ കാലമായി. ഇപ്പോൾ ഇനി കുറച്ച് രോമമൊക്കെ ആയിട്ട് നല്ല ഹെയറൊക്കെ ആയിട്ട് നിൽക്കട്ടെ എന്ന് വിചാരിച്ച്. ഇനി എത്ര രോമം കൊഴിഞ്ഞാലും ഞാനിപ്പോൾ അങ്ങനെ കട്ട് ചെയ്യാറില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവൻ്റെ മൂക്കയർ അഴിക്കാൻ വേണ്ടിയിട്ടുള്ള വെപ്രളാണ്. ഇനി അവൻ്റെ ഒരു കളിയാണ്. അവന് കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ ഒരു ഡാൻസും മേളമൊക്കെ ഉണ്ട്. ഞാൻ ബെൽറ്റോട് കൂടെ അഴിക്കും. ബെൽറ്റ് ഡെറ്റോളിട്ട് കഴുകി വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് ബെൽറ്റ് ഇടാണ്ടുള്ള ആ ഒരു ഫ്രീഡം ഉണ്ടല്ലോ, അവിടെ വീണു അതിൻ്റെ ഇടയിൽ. ഓട്ടം ഉണ്ടല്ലോ, നല്ല ഇങ്ങനെ കുതിര ചാടണ മാതിരിയുള്ള ചാട്ടമാണ്. സന്തോഷമാണ് കേട്ടോ. ആ ഒരു ഇത്രയും നേരം പിടിച്ചു വെച്ച് നമ്മൾ വിടുമ്പോഴുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അത് കണ്ടു നിൽക്കാൻ നല്ല രസമാണ്. ആ കുളി കഴിഞ്ഞിട്ടുള്ള ആ ഒരു സീൻ എന്ന് പറയണത്. അതിങ്ങനെ എന്താ ഒരു രസമാണ്. അത് നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ടൈം പോകുന്നത് അറിയത്തില്ല. ജിമൂസേന്ന് വിളിക്കുന്നതിനേക്കാൾ കൂടെ ഡാ എന്ന് വിളിച്ച് കഴിഞ്ഞാലാണ് അവൻ വിളിയൊക്കെ കേട്ടോ. ഡാ എന്ന് വിളിച്ച് ഇപ്പോൾ ഡാ എന്ന് വിളിക്കുമ്പോഴേ ഇപ്പം വിളി വെക്കത്തുള്ളൂ. ജിമൂസെ അവൻ മറന്നുപോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അവൻ്റെ പേര്. കണ്ടാ, ഭയങ്കര സന്തോഷമാണ്. എനിക്ക് നിങ്ങളോടായിട്ട് പറയാനുള്ളത്, പെറ്റിനെ വളർത്തുന്നുണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് നോക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം നോക്കുക. നിങ്ങളുടെ ജോലി തിരക്കിൻ്റെ ഇടയിലൊക്കെ ഒന്നിനെ മേടിച്ചിടുക, അതിനെ നോക്കാൻ പറ്റാതിരിക്കുക എന്നൊക്കെ വരുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ കഴിയുന്നതും അതിനെ വാങ്ങാതിരിക്കുക. ഇത് ഞങ്ങൾ വിചാരിച്ചിട്ട് വാങ്ങിയതല്ല. നമ്മളെ ലൈഫിൽ ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുകയും പെട്ടെന്ന് നമ്മളുടെ ജീവിതത്തിലേക്ക് കയറി വരികയും എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെയാണ് എനിക്ക് ജിമ്മൂസിനെ കാണുമ്പോൾ പലപ്പോഴും ഞാൻ തോന്നിയിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഇവന് നമ്മളെ കൂടെ വരാനും നമ്മളെ കൂടെ ഇരുന്ന് കളിക്കാനും ഒക്കെയാണ്. എവിടെയോണ്ട് കിടന്നിരുന്നൊരു വീട്ടിലിരുന്നൊരു കൊച്ച് പെട്ടെന്ന് നമ്മളെ വീട്ടിലേക്ക് കയറി വന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുടേതായി മാറിയില്ലേ, അതാണ്. അത് ഏത് ഒരു ഇതിലും അങ്ങനെയാണ് സംഭവം. ശരിക്കും ഇവനെ കാണുമ്പോൾ ഞാൻ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കും. 28 ദിവസമുള്ളപ്പോൾ ഞങ്ങളെ കൂടെ വന്നതാണ്. അവനിപ്പോൾ തപ്പി നടക്കുന്ന, അവന് കളിക്കാൻ എന്തെങ്കിലും വേണം. ആ പാത്രത്തിലാണ് കണ്ണിപ്പോൾ പാത്രം എടുത്ത് താഴെയിടും. അതാ കണ്ടോ, ഇനി അതിനെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരച്ച് ഇതാണ് പരിപാടി. ഈ പാത്രം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ കാണിക്കും. ഭയങ്കര സൗണ്ടായിരിക്കും, നമുക്ക് സഹിക്കാൻ പറ്റില്ല. പുറത്ത് അപ്പുറത്തിപ്പുറത്തുള്ളവരൊക്കെ എന്നെ വന്ന് അടിക്കുന്ന ലക്ഷണമാണ്
ചില സമയത്ത്. അതുമാതിരിയാണ് അവൻ പാത്രം വെച്ച് കളിക്കുന്ന, ഉരച്ചിട്ട് ഭയങ്കര ബഹളമായിരിക്കും. കാരണം പാത്രം ഇങ്ങനെ നിലത്തിടുന്ന ഉരയുമ്പോഴുള്ളൊരു വല്ലാത്തൊരു സൗണ്ട് ഉണ്ടല്ലോ, അവൻ അതും പൊക്കിയെടുത്ത് എന്തൊരു രസമാണ് അവന് ഇങ്ങനത്തെ സമയത്തൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭയങ്കര സന്തോഷമാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ നിലമൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ട്. കാരണം അവൻ കിടക്കുന്ന സ്ഥലമല്ലേ, അപ്പം അവിടെയും ഇടയിലിടയിൽ ഞാൻ കഴുകിയിടും റൂഫ്. പിന്നെ പണ്ട് ഇതുപോലെ ഡോഗ് ഫ്ലോർ വാഷ് എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടും, നമ്മൾ ലിസോൾ മാതിരി. അതിതുപോലെ നമ്മൾ വെള്ളത്തിൽ കലക്കി ഒഴിച്ച് എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഡോഗിന് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. അപ്പോൾ അവൻ എപ്പോഴും കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കുക. അപ്പോൾ അവൻ കളിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ജോലിയും നടക്കുന്നുണ്ട്. അവൻ പാത്രം വെച്ച് നല്ല സൗണ്ട് ഉണ്ടാക്കലാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ എൻ്റെ ജോലികളെല്ലാം തീർക്കാനുള്ള പരിപാടിയാണ്. അവൻ പാത്രം പൊക്കി എടുത്തുകൊണ്ട് വരുന്നു, ഇടുന്നു, അത് വെച്ച് തട്ടുന്നു, ഒന്നും പറയണ്ട. അവൻ എന്നെ ഇടയ്ക്ക് നോക്കും കേട്ടോ, ഞാൻ നോക്കുന്നുണ്ടോന്നേ. ഞാൻ നോക്കുന്നുണ്ടെങ്കിൽ പാത്രം വലിച്ചുകൊണ്ട് പോകും. സത്യം പറഞ്ഞാൽ അവൻ എനിക്ക് സത്യം പറഞ്ഞ ഒരു ടൈം പാസ് തന്നെയാണ്. ഞാൻ അവൻ്റെ കൂടെ ഇരിക്കുന്ന സമയങ്ങൾ ഇങ്ങനെ പോകുന്നു പോലും പറയാൻ പറ്റത്തില്ല. കാറ്റാസ്വദിക്കുന്നു ജിമ്മൂസ്. ജിമ്മൂച്ചി ജിമ്മി ബെസ്റ്റ്. ഹലോ, ഇവിടെ എവിടെ പോന്ന്? കാറ്റാസ്വദിക്ക. അതെ ആരാ എൻ്റെ വാഷിംഗ് മെഷീനിലൊക്കെ? ആഹാ, എന്താടി അടി കടിക്കും, നോട്ടം നോക്കി. എന്താണ് ഒരു കടി വെച്ചോടെ പറ്റിക്കുന്ന എന്നെ? എന്തോ സാധനം? എന്തോ ഇത്? നിന്റെ കളി സാധനം എടുത്ത് കളിക്കുന്നവള്? കണ്ണു നോക്ക്. ചുന്ദരു, ഓ ചുന്ദരു, ജിമ്മോ കഷ്ടമുണ്ട്. ബാ ഇവിടെ വാ ജിമ്മൂസേ, കമ്മൻ ഇവിടെ വന്നേ, ബാ ഇവിടെയാ ഇവിടെയാ ഇവിടെയാ. എന്തൊക്കെ ശ്രദ്ധിക്കണം. അവിടെ ആരെങ്കിലും ഉണ്ടോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ടെൻഷൻ അടിക്കുന്ന. വെള്ളം കുടിച്ചാൽ പോയിട്ട് പോ, വെള്ളം കുടി പോ. ഞാൻ വെള്ളം കുടിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് പോയി വെള്ളം കുടിക്കുകയാണ്. ചില സമയത്ത് ഭയങ്കര അനുസരണം കേട്ടോ, ചില സമയത്ത് ഒരു വക പറഞ്ഞാൽ കേൾക്കത്തില്ല. അത് അവൻ്റെ മൈൻഡ് പോലെ ഇരിക്കും. അയ്യോ ഒന്നും പറയണ്ട. ആളുമല്ല ഞാനാ. നല്ല കാറ്റ്. ആഹാ എന്തൊരു സുഖം. ആഹാ ഞാൻ കിടന്നാലോ? ഞാനിവിടെ കിടക്കാൻ പോവാണ്. നിങ്ങൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. അയ്യോ കിടന്നേ, ഇങ്ങോട്ട് ഫേസ് ചെയ്യൂ, നോക്കട്ടെ. ഞാൻ അവനെ ഓരോന്ന് പറഞ്ഞിട്ട് വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവൻ പോയി പണി നോക്കുന്നുള്ള രീതിയിൽ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു കിടപ്പ് നല്ല സ്റ്റൈലായിരിക്കും ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ. പക്ഷേ എവിടെ അവൻ ഈ ഭാഗത്ത് നോക്കുന്നു പോലുമില്ല. അപ്പോൾ വെച്ചോണ്ടിരിക്കണം ഈ ചെറുക്കനെ. നീ ഒന്ന് ഒച്ച ഉണ്ടാക്കി വെക്കുക, അപ്പം ഇത് മാറും.
ചുന്ദരോ ചിമ്മച്ചുന്ദരോ വായും മുളകെ അടച്ചു വെക്കടാ. വായി ഈച്ച പോവും വായിൻ്റെ അകത്ത്. വായ അടച്ചേക്കടാ. ഇതോ ഈച്ച വരുന്നു. ഈച്ച എന്തൊരു ചേഹം, എന്തൊരു ചേഹം. നിൻ്റെ അടുത്ത് കുസ്തി കളിക്കാൻ നീ വരണ്ട. ഞാൻ വരത്തില്ല. ഞാൻ നിൻ്റെ അടുത്ത് മിണ്ടത്തില്ല. അങ്ങനെ ഇത് കണ്ടോ, പാവയ്ക്ക ഉണ്ടായതാണ്. ഞാൻ ശരിക്കും പറയാം നോക്കാറ് പോലുമില്ല. ഇതാ നമ്മൾ പറയുന്നത്, നമ്മൾ കാര്യമായിട്ട് പരിരക്ഷിച്ച് നോക്കുന്ന സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. വെറുതെ ഞാൻ അങ്ങേ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് പടർത്തിയപ്പോൾ ഇത് ഇഷ്ടം പോലെ പാവയ്ക്ക ഉണ്ടായിട്ടുണ്ട്. കണ്ടോ, നല്ല രസമില്ലേ കാണാൻ? സത്യം പറഞ്ഞാലേ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന കാണുമ്പോൾ ഒരു രസം കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.